CPM പാർട്ടി ഗ്രാമങ്ങളിൽ ബലി കഴിക്കാൻ കൂട്ടിലടച്ചിട്ട മൃഗങ്ങളുടെ അവസ്ഥയാണ് ദളിത് വിഭാഗങ്ങൾക്ക്. എപ്പോഴും കൊല്ലപ്പെടാനോ ആക്രമിക്കപ്പെടാനോ സാധ്യതയുണ്ടെന്ന ഭയത്തിൻ്റെ നിഴൽപ്പാടുകളാണ് അവരുടെ കണ്ണുകളിൽ. അവരുടെ രക്ഷയ്ക്ക് ആരുമില്ല. അവരുടെ സഹായത്തിന് പോലീസില്ല, നിയമമില്ല. പറഞ്ഞ പണി ചെയ്യാനല്ലാതെ കൂലി ചോദിക്കാൻ അവകാശമില്ലാത്തവർ, കൂലി ചോദിച്ചാൽ കഴുത്തുഞെരിച്ചു കൊല്ലാൻ വിധിക്കപ്പെട്ടവർ, അത് സാധാരണ മരണമായി എഴുതിത്തള്ളുന്ന പോലീസ്. ഇതുപോലൊരു കൊലപാതകം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ നാട്ടിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടന്നു. കൊയിലേരിയൻ സുജിത്ത്, അതായിരുന്നു കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ പേര്. 2018 ഫെബ്രുവരി 4-ാം തീയതിയാണ് കൊയിലേരിയൻ സുജിത്ത് കൊല്ലപ്പെടുന്നത്. നന്നേ ചെറുപ്പം മുതൽ CPM അനുഭാവിയും പ്രവർത്തകനും പാർട്ടി അംഗവുമായി ഉയർന്നു വന്നയാളാണ് സുജിത്ത്. ആർട്ടിസ്റ്റ് ജോലിയായിരുന്നു അയാളുടെ ഉപജീവന മാർഗം. കണ്ണൂർ തലശ്ശേരിയിൽ മിഴി എന്ന പേരിൽ ആർട്ടിസ്റ്റ് ജോലികൾ ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്തി വരികയായിരുന്നു സുജിത്ത്. കുറച്ചു ജീവനക്കാരും സുജിത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്നു. കണ്ണൂരിലെ നയനാർ അക്കാദമിയുടേതുൾപ്പെടെ നിരവധി പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ജോലികൾ സുജിത്തും സഹപ്രവർത്തകരും കൂടി ചെയ്തിട്ടുണ്ട്. കണ്ണൂരിലെ അറിയപ്പെടുന്ന സ്ഥാപനമായി മിഴി വളർന്നു വരുന്നതിനിടയിലാണ് സുജിത്ത് കൊല്ലപ്പെടുന്നത്. അവിവാഹിതനായിരുന്നു 37-കാരനായ സുജിത്ത്. കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന അയാളെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. വീട്ടുകാർ സുജിത്തിന് ഒരു വിവാഹം ആലോചിച്ചുറപ്പിച്ചു. തൻ്റെ നാട്ടിൽ നിന്ന് കുറച്ചു മാറിയുള്ള പടിയൂർ എന്ന സ്ഥലത്തായിരുന്നു പെൺകുട്ടിയുടെ വീട്. ഇവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിയുകയും ചെയ്തു. വർഷങ്ങളായി കണ്ണൂർ ജില്ലയിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റ് വർക്കുകളും ചെയ്തിരുന്നത് സുജിത്തും അയാളുടെ ജീവനക്കാരുമായിരുന്നു. 2018 നടന്ന CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെയും ഇടക്കാട് ഏരിയ സമ്മേളനത്തിൻ്റെയും ബോർഡുകൾ ചെയ്തത് സുജിത്തായിരുന്നു. ജോലി ചെയ്ത വകയിൽ 8 ലക്ഷം രൂപ സുജിത്തിന് പാർട്ടിയിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് സുജിത്തിൻ്റെ അമ്മ കമല മകൻ കൊല്ലപ്പെട്ട ശേഷം പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. പാർട്ടിയിൽ നിന്ന് ജോലി ചെയ്ത വകയിൽ കിട്ടാനുള്ള പണം വാങ്ങി വിവാഹം നല്ല രീതിയിൽ നടത്തണമെന്ന് സുജിത്ത് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞിരുന്നു. സുജിത്തിനെ കൊലപ്പെടുത്താനുള്ള കാരണവും അതിന് തിരഞ്ഞെടുത്ത വഴികളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. തനിക്ക് തരാനുള്ള പണം തരണമെന്ന് സുജിത്ത് പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടെന്നും അതുമായി ബന്ധപ്പെട്ടു നടന്ന തർക്കത്തെ തുടർന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ സുജിത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുമാണ് ആരോപണം. ജന്മിത്തം അവസാനിപ്പിച്ച് നാടുവാഴികളുടെ ചൂഷണങ്ങൾക്ക് അറുതി വരുത്തി തൊഴിലാളി വർഗ സർവാധിപത്യ ഭരണകൂടം കെട്ടിപ്പടുക്കാൻ രൂപം കൊള്ളുകയും അതിനായി 9 പതിറ്റാണ്ടുകൾ പ്രവർത്തിക്കുകയും ചെയ്ത പാർട്ടി, ആ പാർട്ടിയിലെ തന്നെ അടിസ്ഥാന തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട ഒരു ദളിതനെ ജോലി ചെയ്തതിൻ്റെ കൂലി ചോദിച്ചു എന്നതിൻ്റെ പേരിൽ തല്ലിക്കൊന്ന് ആ കേസ് ഹൃദയസ്തംഭനമാണെന്ന് വരുത്തി തീർക്കാൻ നടത്തിയ നീക്കവും പാർട്ടിയുടെ ഉന്നത നേതൃത്വവും ഭരണവും പ്രതികളെ രക്ഷിക്കാൻ നടത്തിയ നീക്കങ്ങളുമെല്ലാം ആ പാർട്ടിയിൽ ദരിദ്രർക്കും ദളിതർക്കും തൊഴിലാളികൾക്കും എന്ത് സ്ഥാനമാണ് നൽകുന്നത് എന്നുള്ളതിൻ്റെ ജ്വലിച്ചു നിൽക്കുന്ന തെളിവുകളാണ്. സുജിത്തിൻ്റെ കൊലപാതകം മൂടിവെക്കാൻ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നേരിട്ട് ഇടപെടലുകൾ നടത്തി എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ടെങ്കിലും കൊലപാതകത്തിൽ പങ്കാളികളായ ലോക്കൽ കമ്മിറ്റി നേതാക്കളെ രക്ഷിക്കാനുള്ള ദൗത്യം ജില്ലാ കമ്മിറ്റി അന്നത്തെ കണ്ണൂർ DYSP സദാനന്ദനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നും ആരോപണമുണ്ടായിരുന്നു. കൊലപാതകം ഹൃദയസ്തംഭനമാക്കാൻ DYSP നടത്തിയ നീക്കം പാളിപ്പോയതുകൊണ്ടാണത്രേ സുജിത്തിൻ്റെ മരണത്തിനു പിന്നിലെ യഥാർത്ഥ വസ്തുത പുറം ലോകമറിഞ്ഞത്. സംഭവം നടക്കുന്നതിൻ്റെ അന്നേ ദിവസം രാവിലെ 8 മണിക്ക് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ 3 പെരിയയിൽ വെച്ച് കേരള സഹകരണ വകുപ്പ് സംഘടിപ്പിച്ച സഹകരണ കോൺഗ്രസിനു വേണ്ടി പിണറായി സഹകരണ ബാങ്കിൻ്റെയും മാവിലായി സർവീസ് സഹകരണ ബാങ്കിൻ്റെയും പ്രചാരണ ബോർഡുകൾ എഴുതാൻ സുജിത്ത് പോയിരുന്നു. മാവിലായി CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതനുസരിച്ചായിരുന്നു ഇത്. വൈദ്യുതിയില്ലാത്ത നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ഒരു കെട്ടിടത്തിൽ വെച്ചായിരുന്നു ബോർഡുകൾ എഴുതിക്കൊണ്ടിരുന്നത്. പിറ്റേന്നു രാവിലെ ഏകദേശം 10 മണിയോടെയാണ് സുജിത്ത് മരിച്ചു കിടക്കുന്നത് നാട്ടുകാർ കാണുന്നതും അവർ ഇടക്കാട് പോലീസിനെ വിവരം അറിയിക്കുന്നതും. പാർട്ടി ഗ്രാമമായ 3 പെരിയയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ അത് പാർട്ടി അറിയണം. പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് 3 പെരിയ. സദാസമയവും പാർട്ടി പ്രവർത്തകരുടെ നിരീക്ഷണത്തിലുള്ള സ്ഥലം. പുറത്തുനിന്ന് ഏതെങ്കിലും ഒരാൾ ആ ഗ്രാമത്തിലെത്തിയാൽ എന്തിന്, ആരാണ്, എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. എന്നാൽ മാത്രമേ അപരിചിതനായ ഒരാൾക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയൂ. അങ്ങനെയുള്ള പാർട്ടി ഗ്രാമത്തിലാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന സുജിത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സമയം അപ്പോൾ രാവിലെ 10 മണി. സംഭവ സ്ഥലത്തെത്തിയ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ മരണകാരണം ഹൃദയസ്തംഭനമാണെന്ന് പ്രഖ്യാപിച്ചു.
ചുറ്റും കൂടിയ പാർട്ടി അനുഭാവികൾ ആ പ്രഖ്യാപനം ശരിവെച്ചു. പോലീസും കൂടി കൂടെ ചേർന്നപ്പോൾ നിയമപ്രകാരം പാലിക്കേണ്ട നടപടികൾ കാറ്റിൽ പറത്തി സുജിത്തിന്റെ മൃതദേഹം തലശ്ശേരി താലൂക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനെല്ലാം ഡിവൈഎസ്പി കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട്. തലശ്ശേരിയിലെത്തിച്ച് തങ്ങൾക്ക് സ്വാധീനമുള്ള ഡോക്ടറെ കൊണ്ട് മരണം സ്ഥിരീകരിച്ച് മൃതദേഹം വീട്ടിൽ കൊണ്ടുപോയി ദഹിപ്പിക്കാനായിരുന്നു അവരുടെ പദ്ധതി. മൃതദേഹവുമായി തലശ്ശേരിയിലേക്കുള്ള യാത്രക്കിടയിൽ സുജിത്ത് ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീണതായി പാർട്ടിക്കാർ അയാളുടെ വീട്ടിൽ അറിയിച്ചു. തലേ ദിവസം ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാത്ത മകൻ കുഴഞ്ഞു വീണു മരിച്ചു എന്ന കഥ വിശ്വസിക്കാൻ സുജിത്തിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും തയ്യാറായില്ല. വിവരമറിഞ്ഞ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ട അവർ പോലീസുമായി ബന്ധപ്പെട്ടു. ആശുപത്രിയിലെത്തിയ സുജിത്തിന്റെ ബന്ധുക്കൾ മരണത്തിൽ സംശയമുണ്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെ ഗത്യന്തരമില്ലാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ അവർ നിർബന്ധിതരായി. പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിൽ ബലം പ്രയോഗിച്ചതാണ് മരണകാരണമെന്നും കഴുത്തിൽ ആന്തരിക ക്ഷതം ഏറ്റിട്ടുണ്ടെന്നും ശരീരത്തിൽ 7ഓളം മുറിവുകളുണ്ടെന്നും നാവിലും കണ്ണിലും രക്തം കട്ട പിടിച്ചതായി കണ്ടെന്നും ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ഡിവൈഎസ്പി തയ്യാറായില്ലെന്നും പോലീസുമായി ഏറെ നേരത്തെ തർക്കമുണ്ടായെന്നും ആരോപണമുണ്ടായിരുന്നു. അതോടെയാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കേസന്വേഷണം പോലീസ് അട്ടിമറിക്കുന്നു എന്ന ആക്ഷേപം ശക്തമായപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. തുടക്കത്തിൽ കേസ് എടക്കാട് പോലീസ് ഏറ്റെടുത്തപ്പോൾ കണ്ണൂർ ഡിവൈഎസ്പി കേസിലെ നിർണായകമായ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾക്കാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തെന്ന ആരോപണമുയർന്നു. സുജിത്ത് ഹൃദയസ്തംഭനം വന്നപ്പോൾ കഴുത്ത് സ്വയം ഞെരിച്ച് മരിക്കുകയായിരുന്നു എന്നായിരുന്നു അത്രേ ഡിവൈഎസ്പിയുടെ വാദം. എങ്ങനെയാണ് ഒരാൾക്ക് സ്വയം കഴുത്തു ഞെരിച്ച് മരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ ഒരാളും ഈ വാദം വിശ്വസിച്ചില്ല. ദരിദ്രരും അസംഘടിതരുമായ ഒരു ജനതയ്ക്ക് മേൽ ഭരണകൂടം കുറ്റവാളികൾക്കൊപ്പം ചേർന്ന് നടത്തുന്ന അടിച്ചമർത്തലിൻ്റെയും നീതി നിഷേധത്തിൻ്റെയും ഉദാഹരണമായി സുജിത്തിൻ്റെ മരണം നമ്മുടെ മുന്നിലുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കൊയിലേരിയൻ സുജിത്ത്, പ്രഫുൽകുമാർ, ലവൻകുമാർ, കരക്കാടൻ വിനീഷ്, വിജയൻ, അനീഷ് കുമാർ, പഴയങ്ങാടി ഏഴോം വിശ്വനാഥൻ, നാറാത്ത് ജഗതൻ, സജീവൻ, അങ്ങനെ നിരവധി ദളിത് യുവാക്കളുണ്ട് ഇങ്ങനെ കൊല്ലപ്പെട്ടവരിൽ. അന്വേഷണം അട്ടിമറിച്ച് പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസിൻ്റെയും ഭരണ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെയും നിരവധി ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണ് കൊയിലേരിയൻ സുജിത്തിൻ്റേത്. കണ്ണൂരിലെ ദളിത് കൊലപാതകങ്ങളുടെ കഥ പറയുമ്പോൾ കരക്കാടൻ വിനീഷിനെ വിസ്മരിക്കാനാവില്ല. സമാനമായ മറ്റു സംഭവങ്ങൾ അപ്രധാനമായതുകൊണ്ടല്ല, മറിച്ച് ദളിതർ കൊല്ലപ്പെടുന്ന കേസുകളിൽ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പോലീസും ഭരണകൂടവുമൊക്കെ എങ്ങനെ ഇടപെടുന്നു എന്ന് വെളിവാക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കരക്കാടൻ വിനീഷിൻ്റെ കേസിന് പ്രസക്തിയുണ്ടാകുന്നത്. സംഭവം 2010 ഏപ്രിൽ 17 കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്നതാണ്. മതഭീകരവാദികളും മതമൗലികവാദികളുമായ NDF പ്രവർത്തകരും PFI പ്രവർത്തകരും ചേർന്ന് താലിബാൻ മാതൃകയിൽ മതകോടതി ചേർന്ന് കരക്കാടൻ വിനീഷ് എന്ന ദളിത് യുവാവിനെ 3ാം മുറയ്ക്ക് വിധേയനാക്കി. പിന്നെ കൈകളിലെയും കാലുകളിലെയും ഞരമ്പുകളിൽ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കി. അതിനുശേഷം പട്ടണമധ്യത്തിൽ പൊതുജനങ്ങൾ കാണത്തക്ക വിധത്തിൽ തൂക്കിലേറ്റിക്കൊന്നു. പ്രതികൾ കുറ്റസമ്മതമൊഴി കൊടുത്തിട്ടും പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തില്ല. ആത്മഹത്യ പ്രേരണയ്ക്കും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും കേസെടുത്ത് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. കരക്കാടൻ വിനീഷ് കൊലക്കേസ് കേരളത്തിൽ ചർച്ച ചെയ്യാതെ പോയത് അയാൾ ഒരു ദളിതനായതുകൊണ്ട് മാത്രമാണ്. അയാൾക്ക് നീതി നിഷേധിച്ചതും ദളിതനായതുകൊണ്ടാണ്. 2010 ജൂലൈയിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടുന്നതിന് 3 മാസങ്ങൾക്ക് മുമ്പാണ് ഇതേ സംഘടനകൾ വിനീഷിൻ്റെ വിധി നടപ്പിലാക്കിയത്. ജോസഫ് മാഷിനോട് ചെയ്തതിനേക്കാൾ ക്രൂരതയാണ് വിനീഷിനോട് അവർ ചെയ്തത്. എന്തായിരുന്നു വിനീഷ് ചെയ്ത കുറ്റം? കൊലയാളികൾ നടത്തിയ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: മുസ്ലിം സ്ത്രീകളെ വശീകരിക്കുന്ന ഒരൊറ്റയാളെയും ഞങ്ങൾ വെറുതെ വിടാറില്ല. അതുകൊണ്ട് സംഘടനാ തീരുമാനമനുസരിച്ച് പലയിടങ്ങളിൽ നിന്നും എത്തിയ ഞങ്ങൾ വിനീഷിനെ കൈകാര്യം ചെയ്തു. വിനീഷ് മാസങ്ങളോളം ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇത്രയും ശക്തമായ മൊഴികളുണ്ടായിട്ടും കൊലക്കുറ്റം ചുമത്താൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഗൗരവകരം. യഥാർത്ഥത്തിൽ കണ്ണൂരിലെ ദളിതരിലെ വലിയൊരു വിഭാഗം ജാഥാ തൊഴിലാളികളും വെള്ളം കോരികളും വിറക് വെട്ടികളുമായി കാലം കഴിക്കുകയാണ്. സെലക്റ്റീവ് ജനാധിപത്യം, സെലക്റ്റീവ് മനുഷ്യാവകാശം എന്നതാണിപ്പോൾ കേരളത്തിലെ സ്ഥിതി.